ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ മാത്ത് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാത്ത് ഒബ്ജക്ട്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. JavaScript math objects. The JavaScript math objects allows you to perform mathematical tasks on numbers. മാത്തമാറ്റിക്കൽ ടാസ്കുകൾ ചെയ്യുന്നതിന് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കുറച്ച് മാത്ത് ഒബ്ജക്ട്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം സർക്കിളിൻ്റെ ഏരിയ, പെരിമീറ്റർ ഇവ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലകൾ യൂസ് ചെയ്യുമ്പോൾ പെരിമീറ്റർ കാണാൻ 2πr എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏരിയ കാണാം πr². അപ്പോൾ പൈ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 3.1415 നമ്മൾ 3.14 വരെ എടുക്കാറുള്ളൂ. ആ വാല്യൂ നമുക്ക് പ്രോഗ്രാമിൽ ഇപ്പോൾ റേഡിയസ് തന്നു. ഇപ്പോൾ റേഡിയസ് ഇൻപുട്ട് ചെയ്തു. രണ്ട് പെരിമീറ്റർ കാണാൻ വേണ്ടി 2 × 3.14 × റേഡിയസ് 10 ആണെങ്കിൽ 10 അങ്ങനെ ചെയ്താലേ ആൻസർ കിട്ടും. അപ്പോൾ ഈ 3.14 പകരം മാത്തിൽ ഒരു പ്രോപ്പർട്ടിയുടെ മാത്ത് ഒബ്ജക്റ്റിൽ math.pi ക്യാപിറ്റലാണ് pi അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 3.14 എന്നുള്ള വാല്യൂ ആയിരിക്കും കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തിൽ അതുപോലെ മെത്തേഡ്സ് റൗണ്ട് ചെയ്യും. നമ്മളിപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് പോയിൻ്റുള്ള സംഖ്യകളാണെങ്കിൽ റൗണ്ട് ചെയ്യും. അപ്പം റൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെ റൗണ്ട് ഒരു മെത്തേഡ്, pi എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി. മെത്തേഡ് എന്താ, പ്രോപ്പർട്ടി എന്താന്നൊക്കെ ഒബ്ജക്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുറേ ഒരു മാത്ത് ഒബ്ജക്റ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസും മെത്തേഡ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. math.round റൗണ്ട് ചെയ്യാറില്ലേ സാധാരണ നമ്മൾ രൂപ, എന്തെങ്കിലും പൈസയൊക്കെ 50 പൈസയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിന്റ് ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ 25.25 ഒക്കെ ആണെങ്കിൽ അത് എടുക്കില്ല. 0.5 50 കൂടുതലാണെങ്കിൽ നമ്മൾ 1 രൂപയ്ക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ റൗണ്ടിങ് ചെയ്യാറില്ലേ. അതുപോലെ അതിനുള്ള മെത്തേഡാണ് മാത്തിൽ റൗണ്ട്. ഇവിടെ 5.8 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 8 എന്നുള്ള സംഖ്യയാണ്. അത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 5, അതിൽ വലിയ നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് അത് റൗണ്ട് ചെയ്യുന്നു, 6 ആയി മാറും. ഇവിടെ 0.4 ആണ്, 5നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് 5 ആയിരിക്കും കിട്ടുക. അതുപോലെ പവർ കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. പവർ അതായത് 5^2, അതായത് 5 × 5 അത് കണ്ടുപിടിക്കണം. 5ൻ്റെ പവറായിട്ടാണ് സെക്കൻഡ് പാരാമീറ്റർ പറയുന്നത്. അപ്പോൾ 5^2, 5 × 5 റിട്ടേൺ 25 അത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് 7^3 കാണണമെങ്കിൽ 7 3 7^3 7 × 7 3 ടൈംസ് നമ്മൾ 7 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ളതാണ് പവർ എന്നുള്ള ഫംഗ്ഷൻ. ഈ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് SQRT ഓഫ് x. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 × 5 ആണല്ലോ 25. നെക്സ്റ്റ് ABS എന്ന് പറഞ്ഞാൽ എബ്സല്യൂട്ട് വാല്യൂ. എന്നു പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ. ഇവിടെ നെഗറ്റീവ് 3.5 ആണ്. റിസൾട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ മാത്രം, സൈൻ നോക്കണില്ല. സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് x റൗണ്ടഡ് അപ് ടു ഇറ്റ്സ് നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക്. 5.4 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 5നേക്കാളും ചെറുതാണെങ്കിലും നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ചെയ്യും. 5.1 ആണെങ്കിലും നെക്സ്റ്റ് നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് 1 റൗണ്ട് ചെയ്യുന്നു. ഫ്ലോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഫ്ലോർ. math.floor എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് x റൗണ്ടഡ് ഡൗൺ ടു ഇറ്റ്സ് നിയറസ്റ്റ് വാല്യൂ. റൗണ്ടഡ് ഡൗൺ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5നേക്കാൾ വലുതാണെങ്കിലും. അപ്പം ഇവിടെ 5.9 ആണെങ്കിൽ പോലും നമ്മൾ 5 എടുക്കണുള്ളൂ. പോയിന്റ് ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്ലോറും സീലും തമ്മിൽ
ഇവിടെ സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്ര ചെറുതാണെങ്കിലും നെക്സ്റ്റ് റിയറസ്റ്റിലേക്ക് റൗണ്ടഡ് അപ്പ് ടു ഇറ്റ്സ് നിയറസ്റ്റ് ഇൻറ്റിജർ. ഫ്ലോർ റൗണ്ടഡ് ഡൗൺ ടു ഇറ്റ്സ് നിയറസ്റ്റ് ഇൻറ്റിജർ. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5നേക്കാൾ വലുതാണെങ്കിൽ അതൊന്നും നോക്കില്ല. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ കട്ട് ചെയ്തിട്ട് റൗണ്ടഡ് ഡൗൺ ടു ഇറ്റ്സ് നിയറസ്റ്റ് ഇൻറ്റിജർ. മാത്ത് ഡോട്ട് സൈൻ. ഈ ട്രിഗ്നോമെട്രിയിലെ സൈൻ കോസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പം സൈൻ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പം സൈൻ 45 കാണണം. സാധാരണ നമ്മൾ സൈൻ വാല്യൂസ് ഒക്കെ ഡിഗ്രിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ മാത്തിൽ സൈൻ അങ്ങനത്തെ റേഡിയനിലാണ് മാത്തിലുള്ള സൈൻ കോസ് എന്നീ മെത്തേഡുകളിലേക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആംഗിൾ ഇൻ ഡിഗ്രി ഇൻറ്റു π/180 എന്നാണ്. ഈ പൈയുടെ വാല്യൂ 3.14 ആയിട്ട് അല്ലെങ്കിൽ മാത്ത് ഡോട്ട് പൈ എന്ന് എടുക്കാം. അപ്പോൾ 3.14 കിട്ടും. അപ്പോൾ നമുക്കിവിടെ സൈൻ 90 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 90 ഡിഗ്രിയിലാണ് നമുക്ക് അറിയുള്ളത്. റേഡിയനിൽ അറിയില്ല, ഡിഗ്രിയിൽ അറിയുള്ളെങ്കിൽ 90 ഇൻറ്റു മാത്ത് ഡോട്ട് പൈ പറയുമ്പോൾ അവിടെ 3.14 പൈയുടെ വാല്യൂ വരും. ബൈ 180 ചെയ്യുക. അപ്പോൾ അത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സൈൻ വാല്യൂസ് -1നും 1നും ഇടയ്ക്കായിരിക്കും. മാത്ത് സൈൻ എക്സ് റിട്ടേൺ ദ സൈൻ വാല്യൂ ബിറ്റ്വീൻ -1 and 1. ദ ആംഗിൾ ഓഫ് എക്സ് ഗിവൺ ഇൻ റേഡിയൻ. റേഡിയനിലാണ് എക്സ് കൊടുക്കേണ്ടത്. ഇഫ് യു വാണ്ട് ടു യൂസ് ഡിഗ്രി ഇൻസ്റ്റെഡ് ഓഫ് റേഡിയൻ യു ഹാവ് ടു കൺവേർട്ട് ഡിഗ്രി ഇൻ ടു റേഡിയൻ. അതിനുള്ള ഫോർമുലയാണ് ഇവിടെ. ആംഗിൾ ഇൻ റേഡിയൻ ഈക്വൽ ടു ആംഗിൾ ഇൻ ഡിഗ്രി ഇൻറ്റു π/180. അതുപോലെ സൈൻ പോലെ കോസ് ഉണ്ട്. കോസ് എക്സ് റിട്ടേൺസ് കൊസൈൻ വാല്യൂ ബിറ്റ്വീൻ -1 and 1 ഓഫ് ദി ആംഗിൾ എക്സ് given in radius. If you want to use degree instead of radian you have to convert degree to radian. Angle in radian equal to angle in degree into π/180. സെയിം തന്നെ കോസിൻ്റെ വാല്യൂ കാണണമെങ്കിലും ഇവിടെ കോസ് 0 ആണ് കാണുന്നത്. 0 തന്നെ. റിട്ടേൺസ് 1 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടാം. ഇനി മിനിമം മാക്സിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. മാത്ത് ഡോട്ട് മിൻ. മിനിമം വാല്യൂസ് കുറച്ച് വാല്യൂസ് കൊടുത്താൽ ഏറ്റവും മിനിമം വാല്യൂ മൈനസ് ആയിരിക്കുമല്ലോ, ചെറിയ വാല്യൂ -1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ എത്ര വാല്യൂസ് വേണമെങ്കിലും ബ്രാക്കറ്റിൽ കൊടുക്കാം. മാക്സിമം വാല്യൂ ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കാനുള്ളത് 40 ആണ് ഏറ്റവും വലിയ നമ്പർ, അത് റിട്ടേൺ ചെയ്യും. Math dot random returns a random number between 0 which is inclusive and 1 exclusive. 0നും 1നും ഇടയ്ക്ക് ഉള്ളൊരു വാല്യൂ. ഇത് 0.1, 0.2, 0.3, 0.12, 0.0001 അങ്ങനെ എന്ത് വേണേലോ 0നും 1നും ഇടയ്ക്ക് 0 ഉണ്ടാവാം. റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ 0 വരാം, പക്ഷെ 1 വരില്ല. എക്സ്ക്ലൂസീവ് ആണ്, 1 പെടുന്നില്ല. 0.9999 അങ്ങനെ വരാം ഉള്ള നമ്പേഴ്സാണ് റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ റാൻഡായിട്ടൊരു നമ്പർ ജനറേറ്റ് ചെയ്യാനാണ് മാത്ത് ഡോട്ട് റാൻഡം. നമുക്ക് ആ നമ്പർ ഒരു 100ൻ്റെയൊക്കെ അടുത്തായിട്ട് വരണമെങ്കിൽ ×100 ചെയ്തിട്ടോ 1000 ചെയ്തിട്ട് നമുക്ക് വലിയ നമ്പർ ജനറേറ്റ് ചെയ്യാം. വെറുതെ മാത്ത് ഡോട്ട് റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 0നും 1നും ഇടയ്ക്കുള്ള, അതായത് 0.5, 0.3, 0.0001 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. മാത്ത് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മെത്തേഡ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ച് മെത്തേഡ്സ് പറഞ്ഞില്ലേ മാത്തിലെ. ഇനി പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഇത് മാത്തിലെ ഈ പ്രോപ്പർട്ടീസിനെ കോൺസ്റ്റന്റ്, മാത്തിലെ കോൺസ്റ്റൻസും കൂടിയാണ് അത്. വാല്യൂസ് ചില വാല്യൂസ് 3.1 അങ്ങനത്തെ വാല്യൂസ് നമുക്ക് മാത്ത് ഡോട്ട് PI എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ 3.1 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻസും പറയാം. JavaScript provides 8 mathematical constants that can be accessed with the math object. Math.e Euler's number എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അത് കൂടുതൽ മാത്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനത്തെ ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നവർക്ക് ആവശ്യം വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മാത്ത് കോൺസ്റ്റൻസിൽ വരുന്ന. അതിൻ്റെ വാല്യൂ ഏകദേശം 2.17 അങ്ങനെ ഒരു വാല്യൂ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല നിങ്ങളുടേതിൽ. ജസ്റ്റ് ഇത്രയും
മാത്ത് പ്രോപ്പർട്ടി എന്താണ്, മാത്ത് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. PA എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പൈയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇപ്പം ലോഗരിതംസ് ഒന്നും അങ്ങനെ പഠിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2, ഇപ്പം 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2. 2 × 2 അല്ലേ 4. പക്ഷെ 2ന്റെ സ്ക്വയർ റൂട്ട് കണ്ട വാല്യൂ, അതായത് √2 ഒരു എത്രയാണോ വാല്യൂ, ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് math.sqrt എന്നാണ്. 2 sqrt 2. അതുപോലെ 1/2ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ math.sqrt 1_2. കുറച്ച് വാല്യൂസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. math.ln2 നാച്ചുറൽ ലോഗരിതത്തിൽ 2ന്റെ വാല്യൂ. അതുപോലെ math.ln10 നാച്ചുറൽ ലോഗരിതത്തിൽ 10ന്റെ വാല്യൂ. ലോഗരിതത്തിന്റെ ബേസ് അനുസരിച്ച് വാല്യൂ മാറും. അപ്പം ബേസ് 2 ആയിട്ടുള്ളത് ലോഗരിതത്തിൽ ഇയുടെ വാല്യൂ, ഇ എന്ന് പറയുന്നത് ഓയിലേഴ്സ് നമ്പർ, ആ വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ബേസ് 2 ആയിട്ടുള്ള വാല്യൂ എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് 10 ആയിട്ട് വരുമ്പോൾ ഇയുടെ വാല്യൂ റിട്ടേൺസ് ദ ബേസ് വാല്യൂ. ഇത് മാത്തമാറ്റിക്സ്, കൂടുതലും മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ള ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. മാത്ത് കൺസ്ട്രക്ടർ. ഈ മാത്തിൽ നമ്മൾ ഒബ്ജക്റ്റും, ഈ മാത്ത് ഒബ്ജക്റ്റിൽ നമ്മൾ എന്താ മെത്തേഡ്സും പ്രോപ്പർട്ടീസും യൂസ് ചെയ്ത്, അപ്പം മറ്റ് ഒബ്ജക്റ്റുകൾ സ്ട്രിങ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെയല്ല, ന്യൂ എന്നുള്ളത് വെച്ച് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. നേരിട്ട് നമ്മൾ ഒരു സ്ക്വയർ റൂട്ട് 25ന്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ math.sqrt, ഇനി വേറൊരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, 36ന്റെ സ്ക്വയർ റൂട്ട് വേണമെങ്കിൽ വീണ്ടും math.sqrt, അല്ലാണ്ട് ഏത് നമ്പറാണ് അതിനനുസരിച്ച് മാറുന്നില്ല. മാത്ത് എന്നുള്ള ആ ഗ്ലോബൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ മെത്തേഡ്സും പ്രോപ്പർട്ടീസും കോൾ ചെയ്യണത്. പക്ഷെ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ സ്ട്രിങ് എന്ന് പറയുന്നത്, ഇവിടെ എസ് എന്ന് പറയുന്ന സ്ട്രിങ്, അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, s.length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ എത്ര വേർഡ് ഉണ്ട് അത് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി ടി എന്ന് പറയുന്ന വേറെ ഒരു വേരിയബിള് സ്ട്രിങ്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ തന്നെ കൊടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റാണ്, രണ്ടിൻ്റെയും വേറെ വേറെ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാം വേറെ വേരിയബിളിലേക്ക്. ഇവിടെ നമ്മൾ സ്ട്രിങ് ഡോട്ട് ലെങ്ത് എന്നോ സ്ട്രിങ് ലോത്ത് 2 അപ്പർ കേസ് എന്നോ ഒന്നല്ല പറയണേ. ടി എന്ന് പറയുന്നത് ഏതാ സ്ട്രിങ്, ഈ കമ്പ്യൂട്ടർ എന്നുള്ള വേരിയബിളാണ്, അത് അപ്പർ കേസിലേക്ക് ആവുന്നു, ടി ഡോട്ട് അപ്പർ കേസ്. മാത്ത് അല്ലാണ്ട് സ്ട്രിങ് ഡോട്ട് അപ്പർ കേസ് എന്ന് കോൾ ചെയ്യുന്നില്ല. പക്ഷെ മാത്തിൽ മാത്രം, മാത്ത് ഒബ്ജക്റ്റിൽ മാത്രം, ബാക്കി ഡേറ്റ്, സ്ട്രിങ്, അറേ, ഈ ഒബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ അതിൽ വേറൊരു ഒബ്ജക്റ്റ് ന്യൂ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സ് ഒക്കെ കോൾ ചെയ്യുന്നത്. പക്ഷെ മാത്ത് എന്ന് പറയുന്ന ഇതൊരു ഗ്ലോബൽ ഒബ്ജക്റ്റ്. അൺലൈക്ക് അതർ ഗ്ലോബൽ ഒബ്ജക്റ്റ്, ദ മാത്ത് ഒബ്ജക്റ്റ് ഹാസ് നോ കൺസ്ട്രക്ടർ. ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഈ വാല്യൂ പാസ് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വാല്യൂ വെച്ചിട്ടൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണത്. പക്ഷെ മാത്തിന് അങ്ങനെ ഒരു കൺസ്ട്രക്ടർ ഒന്നുമില്ല. അപ്പം ദ മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആർ സ്റ്റാറ്റിക്. ഒബ്ജക്റ്റ് ഇല്ലാതെ നേരിട്ട് ക്ലാസ് വഴി നമ്മൾ ആ മാത്ത് എന്നുള്ള അതുവഴി നമ്മൾ വിളിക്കുന്നതുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളത്. അല്ലെങ്കിൽ സ്റ്റാറ്റിക് അല്ലാത്ത പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു T.2 അപ്പർ സ്ട്രിങ് ഡോട്ട് അപ് ടു അപ്പർ കേസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് സ്ട്രിങ്ങിനെയാണ് അപ്പർ കേസ് ആക്കേണ്ടതെന്ന് അറിയുള്ളൂ, നമ്മൾ പറയണ്ടേ ഈ വാല്യൂ, അതിനെല്ലാം അപ്പർ കേസ് ആക്കാൻ പറ്റുള്ളൂ. All methods and properties can be used without creating a math object first. ഇവിടെ SQRT കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ ന്യൂ വെച്ചിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. അല്ലാതെ തന്നെ നമുക്ക് മാത്ത് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് SQRT എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ കോൾ ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റുള്ള ഒബ്ജക്റ്റുകളും മാത്ത് ഒബ്ജക്റ്റിലും ഫങ്ഷൻസും മെത്തേഡ്സും പ്രോപ്പർട്ടീസും കോൾ ചെയ്യുന്നതിലുള്ള വ്യത്യാസം. കുറച്ച് മാത്ത് ഒബ്ജക്ട്സ് അതിൻ്റെ മെത്തേഡ്സ് അതെല്ലാം നമ്മൾ മാത്ത് ഒബ്ജക്ട്സിലെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. എബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യാൻ, സി നിയറസ്റ്റ്
റൗണ്ട് അപ്പ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ, കോസ് EXP e⁻x റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇനിയുണ്ട്. എല്ലാ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് e⁻x ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഫ്ലോറ്, ലോഗരിതം ബേസ് C ആയിട്ടുള്ള ലോഗരിതമിക് വാല്യൂ കാണണമെങ്കിൽ മാക്സിമം മിനിമം പവർ എന്ന് പറയുന്നത് x⁻y കണ്ടുപിടിക്കണമെങ്കിൽ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ റൗണ്ട്, സൈൻ, SQRT, ടാൻ, കോസ് സൈൻ പോലെ ടാൻ തീറ്റ എന്നൊക്കെ പഠിച്ചു കേൾക്കില്ല. അങ്ങനത്തെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാത്ത് ഒബ്ജക്ട്സ് ഉള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ മാത്ത് ഒബ്ജക്റ്റിലെ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ആണ് നോക്കിയത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.